ഇത് ഇന്ന് രാവിലെ നമ്മുടെ റിപ്പോർട്ടർ ടി വി പുറത്തിറക്കിയിട്ടുള്ള ന്യൂസ് കാർഡാണ്. ഇതിൽ പറയുന്നത് തിരുവനന്തപുരം ക്ഷേത്രത്തിലെ പൊട്ടിത്തെറി, മേൽശാന്തിക്ക് ദാരുണാന്ത്യം. യഥാർത്ഥത്തിൽ ഇത് കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തിലെ ക്ഷേത്രത്തിൽ അവിടുത്തെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അവിടുത്തെ മേൽശാന്തിക്ക് അപകടം സംഭവിച്ചിരുന്നു. അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ അദ്ദേഹം നിർഭാഗ്യവശാൽ മരണപ്പെട്ടു. ആ ന്യൂസാണ് ഇവർ ഇത്തരത്തിൽ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതൊരു ക്ലിക്ക് ബൈറ്റ് ജേർണലിസമാണ്. പക്ഷേ നമുക്ക് ഒരു പരിധി വരെ ക്ലിക്ക് ബൈറ്റ് ജേർണലിസത്തിനൊക്കെ നമുക്ക് അംഗീകരിക്കാം. ഓക്കെ, ഇതവരുടെ വയറ്റിപ്പഴപ്പിൻ്റെ കാരണമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത്തരത്തിൽ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ വേറെ പുറമേന്ന് ഏതോ ശക്തികൾ വന്ന് അല്ലെങ്കിൽ തീവ്രവാദികളൊക്കെ വന്ന് ക്ഷേത്രത്തിൽ സ്ഫോടനം നടത്തി മേൽശാന്തി കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിൽ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ന്യൂസ് കാർഡ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇത് മറ്റു JNM TVയോ KRM ന്യൂസോ അതുപോലെയുള്ള ഒരുപാട് പ്രൊപ്പഗാൻഡകൾക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡകൾ മാത്രം വളർത്താൻ വേണ്ടി മാധ്യമപ്രവർത്തനം നടത്തുന്ന ചാനലുകളുണ്ട്. അവരാണിത് പറയുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് ഒരുപാട് പ്രമുഖരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ വർക്ക് ചെയ്യുന്ന ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനം, അവരാണ് ഇത്തരത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് കാർഡ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ നടന്നു കാണണമെന്ന് ഈ മാധ്യമപ്രവർത്തകരൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ്. കാരണം ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ കാര്യമായിട്ട് അധ്വാനമോ ഒന്നും ഇല്ലാതെ, ഭൗതിക അധ്വാനം ഒന്നും തീരെ ഇല്ലാതെ അവർക്ക് നല്ല റീച്ചും കാര്യങ്ങളും കിട്ടും. നമുക്കറിയാം, നമ്മളെ പഴയ കാലത്തെ അനിത പ്രതാപ് പോലെയുള്ള സീനിയർ ജേർണലിസ്റ്റുകൾ, അവരൊക്കെ എന്തുമാത്രം റിസ്ക്കും മറ്റും എടുത്തിട്ടാണ് ശ്രീലങ്കയിലെ കലാപ മേഖലകളിലും ആഭ്യന്തര യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ പോയി റിപ്പോർട്ടിംഗ് നടത്തുന്നത്. അത്തരത്തിലുള്ള അന്വേഷണാത്മകമായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തനവും ഇപ്പോഴത്തെ ആളുകൾ നടത്തുന്നില്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായിട്ടുള്ള വാർത്തകളെ പോലും മാനിപ്പുലേറ്റ് ചെയ്ത് ആളുകൾക്കിടയിൽ തമ്മിലടിപ്പിക്കുന്ന അവസ്ഥ. ഇനി നമുക്ക് നോക്കാം, ഇന്ന് ഇത് പല ഉത്തരേന്ത്യൻ മാധ്യമ സ്ഥാപനങ്ങളിൽ, അല്ല ഉത്തരേന്ത്യയിലെ മാധ്യമ സ്ഥാപനങ്ങൾ പോട്ടെ, അവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ ന്യൂസ് കാർഡ് ഇറങ്ങിയിട്ട് കേരളത്തിൽ ജിഹാദികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ വന്ന് ക്ഷേത്രത്തിൽ ബോംബ് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിനെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഈ കാർഡുകളും മറ്റും അടിച്ചിറങ്ങി. 10 കൊല്ലം മുമ്പ് വളർന്നു തുടങ്ങി ഇന്ന് നമ്മളുടെയൊക്കെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ പലതരം ഫേക്ക് ന്യൂസുകളുടെ ആസ്ഥാനമായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് ഫാമിലി ഗ്രൂപ്പുകൾ. ഈ കേൾക്കുന്ന പല ആളുകൾക്കും അറിയാം, നമ്മുടെയൊക്കെ ഫാമിലി ഗ്രൂപ്പുകളിൽ എന്തെല്ലാം ഫേക്ക് ന്യൂസുകളാണ്. രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ആളുകളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം ഫേക്ക് ന്യൂസുകളാണ്, പ്രൊപ്പഗാൻഡകളാണ്, നുണകളാണ് ഇവന്മാരൊക്കെ ഉണ്ടാക്കി പടച്ചു വിടുന്നതെന്ന്. ഇതൊക്കെ പടച്ചു വിടുന്ന ആളുകളുടെ ലക്ഷ്യം രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും ആളുകളെ ഭിന്നിപ്പിക്കുക, രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. നമ്മുടെ JNUവിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റഡ് ന്യൂസുകൾ കൊടുത്തത് നമ്മുടെ ഇന്ത്യയിലുള്ള ദേശീയ മാധ്യമങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുപോലെ ഫേക്ക് ന്യൂസുകൾക്ക് വേണ്ടി അതിന് ഫ്യൂവൽ ആവുന്ന രീതിയിലാണ് ഇത്തരം ന്യൂസ് കാർഡുകൾ നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമ സ്ഥാപനം പടച്ചു വിടുന്നത്. ഏതായാലും ഈ റിപ്പോർട്ടറോട് ഒരു നന്ദിയുണ്ട്. എന്ന് വെച്ചാൽ പൊട്ടിത്തെറി എന്നാണ് കൊടുത്തിട്ടുള്ളത്, സ്ഫോടനം എന്നൊന്നും കൊടുത്തില്ലല്ലോ. അതിന് വളരെ വിനീതമായിട്ട് നന്ദി അറിയിക്കുന്നു.